ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശ്രീകൃഷ്ണ ഭഗവാൻ അവതാരം ചെയ്തത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ അമ്മയാണ് ദേവകി, അച്ഛനാണ് വസുദേവരൻ. ഈ ദേവകി ദേവിയെ വിവാഹത്തിന് സഹോദരന് ഭയങ്കര സ്നേഹമായിരുന്നു. കംസന്റെ സഹോദരിയാണ് ദേവകി. വസുദേവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കും. വളരെ സന്തോഷത്തോടെ ആർഭാടത്തോടെ ഭയങ്കരമായ ഒരു കല്യാണമായിരുന്നു. വിവാഹം കഴിഞ്ഞ് തേരിലേക്കടെ കയറി ഭർത്തൃഗൃഹത്തിൽ പോണതിന് മുമ്പായിട്ട് ഒരു അശരീരി, അതായത് അന്തരീക്ഷത്തിൽ നിന്നും ശബ്ദം കേൾക്കുകയാണ്. ആര്? കംസൻ. നിന്റെ ഘാതകൻ ഇവരുടെ 8ാമത്തെ പുത്രനാണെന്ന് പറയും. അത് കേട്ടോടുകൂടി കംസൻ വാളെടുത്തോങ്ങി സഹോദരിയെ കൊല്ലാൻ ചെന്നു. അപ്പോൾ വസുദേവർ പറഞ്ഞു, കൊല്ലരുത്, ഞങ്ങളിടാവുന്ന എല്ലാ കുട്ടികളെയും അങ്ങേക്ക് തന്നേക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ വാക്ക് പാലിച്ച് ഇവരെ കാരാഗ്രഹത്തിൽ അടച്ചു. കാരണം പുറത്തു പോയാൽ അവർ പോവുമല്ലോ. കാരാഗ്രഹത്തിൽ അടച്ച് ഓരോ കുഞ്ഞുണ്ടാകുമ്പോഴും ഈ ഭടരായന്മാർ ചെന്ന് കംസനോട് പറയും കുട്ടി ജനിച്ചു എന്ന് പറയും. ആ കുഞ്ഞ് നിഷ്കരുണം കല്ലുമടിച്ച് കൊന്നു കളഞ്ഞു. അങ്ങനെ 6 കുട്ടികൾ മരിച്ചു കഴിഞ്ഞു. അപ്പോൾ 7ാമത്തെ ഒരു പെൺകുട്ടിയാണ്. അപ്പം അങ്ങനെ 7 മക്കളും കഴിഞ്ഞിട്ട് 8ാമതൊരു കുട്ടിയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. 8ാമത്തെ പുത്രനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. അപ്പോൾ കംസൻ വളരെയധികം പാറാവേൽപ്പിക്കുകയും വളരെ ബന്ധനസ്ഥലാക്കുകയും എല്ലാം ചെയ്തു. പക്ഷേ ഈ ഭഗവാൻ ജനിച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഈ പാറാവുകാരൊക്കെ ഉറങ്ങിപ്പോയി. അങ്ങനെ അകാല നിദ്രയിലാക്കിയപ്പോൾ ഈ ഭഗവാൻ ദേവിക്കും വസുദേവർക്കും ദർശനം നൽകുന്നു. ഞാൻ വിഷ്ണു അവതാരമായ ശ്രീകൃഷ്ണ ഭഗവാനാണ്, എന്നെ എത്രയും പെട്ടെന്ന് നന്ദഗോപരുടെ വീട്ടിൽ കൊണ്ടാക്കണം. നന്ദഗോപൻ അദ്ദേഹത്തിൻ്റെ സഹോദരി ഭർത്താവ് കൊണ്ടാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്നൊരു കൊട്ടയിലാക്കി ഈ ബന്ധനങ്ങളെല്ലാം മാറി, ചങ്ങലകളൊക്കെ പൊട്ടിമാറി. അത്രയ്ക്കും പവറുള്ള ആളാണ് ഭഗവാൻ, ശ്രീകൃഷ്ണ ഭഗവാൻ. ആ ഭഗവാൻ എന്ത് ചെയ്തു? അത് ഒരു കൊട്ടയെ കിടത്തി തലയിൽ വെച്ച് വസുദേവർ കൊണ്ടുപോവാണ് നന്ദഗോപരെ. ഈ പുഴയിൽ നടക്കുക. ആ പുഴയെല്ലാം നദിയൊക്കെ മാറി, വഴി മാറി. അങ്ങനെ അത് കൊടുത്തു. അങ്ങനെ അവിടെ കൊണ്ടുവന്ന് കിടത്തി. അങ്ങനെയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ നന്ദഗോപരുടെ വീട്ടിലാണ് താമസിച്ചത്.